ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ള മനുഷ്യനിർമ്മിത വസ്തുവാണ് വോയേജർ 1 വോയേജർ 2 പേടകങ്ങൾ. സൺ ഫോർമുല എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗരയൂഥത്തെക്കുറിച്ചും അതിനു പുറത്തുള്ള നക്ഷത്രാന്തരീയ മാധ്യമത്തെക്കുറിച്ചും പഠിക്കാൻ നാസ 1977 വിക്ഷേപിച്ച പേടകമാണ് വോയേജർ പേടകങ്ങൾ. ആദ്യം വിക്ഷേപിക്കേണ്ടിയിരുന്നത് വോയേജർ 1 ആയിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ 1977 ഓഗസ്റ്റിൽ വോയേജർ 2 ആദ്യം വിക്ഷേപിക്കേണ്ടി വന്നു. അടുത്ത മാസം, അതായത് 1977 സെപ്റ്റംബർ മാസത്തിൽ വോയേജർ 1 വിക്ഷേപിച്ചു. വെറും 5 വർഷം മാത്രം ആയുസ് പറഞ്ഞ ഈ രണ്ട് പേടകങ്ങളും 40 വർഷം കഴിഞ്ഞിട്ടും ഭൂമിയിലേക്ക് സിഗ്നലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു. വോയേജർ 1 പേടകത്തിന് 722 കിലോഗ്രാം ഭാരമുണ്ട്. ഇപ്പോൾ ഈ പേടകം സൗരയൂഥത്തിന് പുറത്തുകൂടിയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. സൗരയൂഥത്തിലെ 2 വലിയ ഗ്രഹങ്ങളുടെയും അവയുടെ ഉപഗ്രഹങ്ങളുടെയും വിശദമായ ചിത്രങ്ങൾ ലഭ്യമാക്കിയത് വോയേജർ 1 പേടകമാണ്. വോയേജർ 2 പേടകമാണ് ആദ്യം വിക്ഷേപിച്ചത് എങ്കിലും കൂടുതൽ എളുപ്പമുള്ള വഴിയിലൂടെ സഞ്ചരിച്ചതിനാൽ വോയേജർ 1 പേടകം വോയേജർ 2ന് എളുപ്പം പിന്നിലാക്കി. അന്യഗ്രഹജീവികളെ എന്നെങ്കിലും കണ്ടെത്തും എന്ന പ്രതീക്ഷയിൽ വോയേജർ പേടകങ്ങളിൽ സ്വർണ്ണ ഫലകങ്ങൾ ഘടിപ്പിച്ചിരുന്നു. ഫലകങ്ങളിൽ ഭൂമിയുടെ ചിത്രങ്ങൾ, അതിലെ ജീവിവർഗങ്ങൾ, ശാസ്ത്ര നിരീക്ഷണങ്ങൾ, സംഭാഷണ രൂപത്തിലുള്ള അഭിവാദ്യങ്ങൾ, പലതരം സംഭാഷണങ്ങൾ, പലതരം സംഗീതങ്ങൾ തുടങ്ങിയ പലതരത്തിലുള്ള ശബ്ദങ്ങൾ എന്നിവയും ആ സ്വർണ്ണ ഫലകത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. സൗരയൂഥവും കടന്ന് വളരെ ദൂരേക്ക് സഞ്ചരിക്കാൻ തക്കവിധം ശേഷിയുള്ള റേഡിയോ ആശയവിനിമയ സംവിധാനങ്ങളാണ് വോയേജറിൽ ഉള്ളത്. 3.7 മീറ്റർ വ്യാസമുള്ള ആൻറ്റിനയാണ് പ്രധാന ഘടകങ്ങളിലൊന്ന്. ഈ ആൻറ്റിന ഉപയോഗിച്ചാണ് ഭൂമിയിലുള്ള 3 ഡീപ്പ് സ്പേസ് നെറ്റ്വർക്ക് സ്റ്റേഷനുകളുമായി റേഡിയോ തരംഗങ്ങൾ മുഖേന വോയേജർ ബന്ധപ്പെടുന്നത്. 1979 മാർച്ച് 5-ന് വോയേജർ 1 വ്യാഴത്തിൻ്റെ ഏറ്റവും സമീപത്തെത്തി. 1980 നവംബർ 12-ന് വോയേജർ 1 ശനിയുടെ ഏറ്റവും അടുത്തുകൂടി പറന്നുപോയി. 1990 ഫെബ്രുവരി 14-ന് വോയേജർ 1 പേടകം ഭൂമിയിൽ നിന്നും ഏകദേശം 6 ബില്യൺ കിലോമീറ്റർ ദൂരത്തിൽ നിന്നും എടുത്ത ഭൂമിയുടെ ഫോട്ടോയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. ഇതിനെ ദ ബ്ലൂ പെയിൽ ഡോട്ട് എന്നാണ് വിളിക്കുന്നത്. ജ്യോതിശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായ കാൾ സാഗൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഫോട്ടോ എടുത്തത്. ക്യാമറ പ്രതിഫലിപ്പിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ ബാൻഡുകൾക്കിടയിൽ ഒരു ചെറിയ പൊട്ടിൻ്റെ വലുപ്പത്തിൽ മാത്രമാണ് ഭൂമി കാണപ്പെടുന്നത്. സാഗൻ്റെ 1994 പുസ്തകമായ പെയിൽ ബ്ലൂ ഡോട്ടിൽ ഈ ഫോട്ടോയെ വ്യാഖ്യാനിക്കപ്പെട്ടു. സൗരയൂഥത്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ അതിൻ്റെ ക്യാമറ ഉപയോഗിച്ച് അവസാനമായി എടുത്ത ചിത്രമാണ് ബ്ലൂ പെയിൽ ഡോട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.